അൻസിബയുടെ ആരോപണം ശരിവെക്കുകയാണ് നീനാക്കുറുപ്പ്. അൻസിബയുടെ DNA ശരിയല്ല എന്ന് ടിനി പറഞ്ഞുവെന്ന് നീനാക്കുറുപ്പ്. ജിഹാദി എന്ന് വിളിക്കുന്നത് കേട്ടു. ഈ സമിതിയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. ലക്ഷ്മിപ്രിയക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട് എന്നും നീനാക്കുറുപ്പ് പറഞ്ഞു. നമ്മുടെ ഒരു EC മീറ്റിംഗിന് ശേഷം അൻസിബ പെട്ടെന്ന് പോകേണ്ടി വന്നു. ബിക്കോസ് നോമ്പിന്റെ സമയമായിരുന്നു. ഇനി വളരെ മോശമായിട്ട് അൻസിബയെ ആക്ഷേപിച്ച് സംസാരിച്ചു. ഇങ്ങനെ DNA ശരിയല്ല. അത് കേട്ടവർ ഒരുപാട് പേരുണ്ടായിരുന്നു. ഞാൻ അപ്പൊ തന്നെ ടിനി ടോമിനോട് പറഞ്ഞു, ടിനി ഞാൻ ഇത് അൻസിബയെ വിളിച്ച് പറയാൻ പോവാ. ടിനിയുടെ മുന്നിൽ നിന്നിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ ടിനി കാണുന്നുണ്ട് എന്നെ ഞാൻ നിൽക്കുന്ന സ്ഥലം, അവിടെ നിന്നിട്ടാണ് ഞാൻ അൻസിബയെ ഫോൺ ചെയ്യുന്നത്. അത് ഒരു പ്രാവശ്യമല്ല, അവളെ DNA ശരിയല്ല എന്ന് 3-4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ ഈ കോള് ചെയ്യുന്നത്. അൻസിബ ഇത് എവിടെ വെച്ച് അൻസിബ ഇത് പറഞ്ഞാലും ആര് കേട്ടു എന്ന് ചോദിച്ചാല് ഞാൻ പറയും ഞാൻ കേട്ടു എന്ന്. ടിനിയുടെ ഈ വകയുള്ള അറ്റാക്കും അഗ്രസീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ലേഡീസ്, പ്രത്യേകിച്ച് എന്നോട് അൻസിബയോട് ടുവേർഡ്സ് നമ്മുടെ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനോടും അതേ അഗ്രസീവ് നേച്ചർ കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ജിഹാദി എന്ന് വിളിച്ചിട്ടുണ്ടോ? അത് അന്നത്തെ ദിവസം അങ്ങനത്തെ വാക്ക് പറഞ്ഞിട്ടില്ല. അത് മറ്റൊരു ദിവസം ഒരു കോൺവെർസേഷൻ അവിടെ നടക്കുന്നുണ്ടായിരുന്നു 3-4 പേരായിട്ട്. ആ റൂമിലേക്ക് ഞാൻ കയറി ചെല്ലുന്നു. അപ്പോൾ ഇവരുടെ സംസാരമാണ് ഈ വർത്തമാനം. ടിനിയും ലക്ഷ്മിപ്രിയും ഒരേ നേച്ചറിൽ ഇതുപോലെ പലരോടും സംസാരിക്കാറുണ്ട്. ആരും അവരെ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇത് കണ്ടിന്യൂ ചെയ്തത്. അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരെ മാറ്റി നിർത്തണം. അതിനുള്ള ചങ്കൂറ്റം ഉണ്ടാവണം. കുറച്ചൊരു ബഹുമാനമുള്ളത് പ്രസിഡന്റിന്റെ അടുത്താണ്. ഈ ഒരു ടീമിനെ വെച്ചിട്ട് മുന്നോട്ടേക്ക് പോകുന്നതിൽ എനിക്ക് അഭിപ്രായമില്ല. അൻസിബ രാജിവെച്ചപ്പോൾ അവിടെ സന്തോഷം പ്രകടിപ്പിച്ചു 2-3 പേരെന്ന് ഞാൻ അറിഞ്ഞു. അടുത്ത സന്തോഷം ഞാൻ രാജിവെക്കുമ്പോൾ അവർ പ്രകടിപ്പിക്കുന്നത് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കും. രാഗനുണ്ട് വിവരങ്ങൾ നൽകാനായി. രാഗൻ, എന്തൊക്കെയാണ് ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ വരുന്നു, പല ഗ്രൂപ്പുകൾ. ഒരാളെ DNA ശരിയല്ല എന്നൊക്കെ പറഞ്ഞാൽ തലമുറകളെ വരെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഈ DNA എന്താണ് എന്നതിൻ്റെ ശരിയായ അർത്ഥമൊക്കെ മനസ്സിലാകുമായിരിക്കുമോ ഇവർക്കൊക്കെ, അതോ ഇനി അറിയാതെ സംസാരിക്കുന്നതായിരിക്കുമോ? തീർച്ചയായും അമ്മയിൽ വലിയ പൊട്ടിത്തെറിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ അൻസിബയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടിനി ടോമിനെതിരെ ആക്ഷേപം ഉന്നയിച്ചത്. അതായത് ടിനി ടോം തന്നെ ജിഹാദി എന്ന് വിളിച്ചു, മാത്രമല്ല തനിക്ക് ഇത്തരത്തിൽ അവഹിതമുണ്ട് എന്ന തരത്തിലുള്ള പ്രചരണം നടത്തി, മാത്രമല്ല അതോടൊപ്പം താൻ മതപരിവർത്തനത്തിന് ശ്രമിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ, ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ടിനി ടോമിനെതിരെ ഉന്നയിച്ചത്. ഈ ഘട്ടത്തിൽ താൻ ഇത് കേൾക്കുന്നത് മറ്റ് ചിലരിൽ നിന്നാണ്, അല്ലെങ്കിൽ നീനാക്കുറുപ്പാണ് തന്നോട് ഇക്കാര്യങ്ങളിൽ ചിലത് പറഞ്ഞത് എന്ന കാര്യവും അൻസിബ പറഞ്ഞിരുന്നു. ആ ആരോപണം അല്ലെങ്കിൽ ആ കാര്യങ്ങൾ ശരിവെക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നീനാക്കുറുപ്പ് നമ്മളോട് സംസാരിച്ചിരിക്കുന്നത്. നീനാക്കുറുപ്പ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടു. അതായത് ഇത്തരത്തിൽ ടിനി ടോം സംസാരിച്ചിട്ടുണ്ട് എന്ന് നീനാക്കുറുപ്പ് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ അൻസിബയുടെ DNA ശരിയല്ല എന്ന് ടിനി ടോം പറഞ്ഞിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ജിഹാദി എന്ന് വിളിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് നീനാക്കുറുപ്പ് പറയുന്നത്. മാത്രമല്ല ലക്ഷ്മിപ്രിയക്കെതിരെയും ആരോപണമുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുക്കു പരമേശ്വരനെതിരെയും ടിനി ടോം കയർത്ത് സംസാരിച്ചിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നീനാക്കുറുപ്പ് പറയുന്നത്. അവർക്കുണ്ടായ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം പരാതി നൽകിയതായിട്ടുള്ള വാർത്തകളൊക്കെ തന്നെ പുറത്തേക്ക് വന്നിരുന്നു. അതേസമയം ടിനി ടോമും ഈ ആരോപണങ്ങളൊക്കെ നിഷേധിച്ച് നിൽക്കുകയാണ്. ടിനി ടോമിനൊപ്പവും താരങ്ങൾ ഉണ്ട്. നേരത്തെ അൻസിബ നൽകിയിട്ടുള്ള പരാതിയിൽ ടിനി ടോമിനും അതോടൊപ്പം തന്നെ ലക്ഷ്മിപ്രിയക്കെതിരെ ആരോപണമുണ്ട്. എന്തായാലും ഇപ്പോൾ വ്യക്തമാകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ മുൻനിര താരങ്ങൾ ഇതിന്റെ ചുമതലകളിൽ നിന്ന് മാറിയ പശ്ചാത്തലത്തിൽ അതിനുശേഷം വന്നിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അത്തരം ആളുകളെ ചുറ്റിപ്പറ്റി വലിയ ഗ്രൂപ്പിസം അമ്മയിൽ നടക്കുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ചേരികളിലായി നിന്നുകൊണ്ട് പോരടിക്കുകയാണ്. അങ്ങനെ കഴിഞ്ഞ കുറേ നാളുകളായി തുടരുന്ന പ്രശ്നമാണ് ഇപ്പോൾ പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അത് വലിയ പൊട്ടിത്തെറിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. നേരത്തെ അമ്മയുടെ കുടുംബ സംഗമവുമായി ബന്ധപ്പെട്ട് സ്പോൺസർഷിപ്പ് വിവാദം കഴിഞ്ഞ ദിവസം മാതൃഭൂമി ന്യൂസാണ് ഇതിന്റെ രേഖ പുറത്തുവിട്ടത്. അതായത് വെണ്ണലക്ഷേത്രവുമായി ബന്ധപ്പെട്ട് 75 ലക്ഷം രൂപയുടെ കരാർ ഉണ്ടായിരുന്നു. അത് അൻസിബയടക്കം എതിർത്തിരുന്നു. അതേ ചൊല്ലിയാണ് ഈ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള തർക്കം തുടങ്ങിയതെങ്കിലും നേരത്തെ അമ്മയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ ഈ മുൻനിര താരങ്ങൾ മാറിയതോടുകൂടി പല ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ചരടുവലിയും ഗ്രൂപ്പിസവും ഒക്കെ അമ്മയിൽ വളരെ ശക്തമായിരുന്നു. നിലവിലുള്ള പ്രസിഡന്റും സെക്രട്ടറിയും 2 വഴിക്കാണ് എന്ന ആക്ഷേപമടക്കം അമ്മയിൽ ശക്തവുമാണ്.
അതുകൊണ്ട് തന്നെ കൂടുതൽ പരാതികൾ വരുമ്പോൾ നേരത്തെ സമിതിയെ വയ്ക്കില്ല, EC തന്നെ അന്വേഷിക്കുക, അതായത് കമ്മിറ്റി തന്നെ അന്വേഷിച്ച് മുന്നോട്ട് പോകുമെന്നതാണ് പ്രസിഡന്റ് ഉൾപ്പെടെ വ്യക്തമാക്കിയത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇനി എന്തായിരിക്കും തുടർ നടപടികൾ, അല്ലെങ്കിൽ എന്തായിരിക്കും ഇനി മറ്റു കാര്യങ്ങൾ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി നോക്കേണ്ടത്. കൂടുതൽ പരാതികൾ വന്നാൽ എന്തായിരിക്കും അമ്മ കമ്മിറ്റി ചെയ്യാൻ പോവുക, എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്താണ് ചെയ്യാൻ പോവുക എന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്. അതോ മുതിർന്ന താരങ്ങളുടെ അടക്കം ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമോ എന്നടക്കം കാത്തിരുന്ന് കാണേണ്ടി വരും. എന്തായാലും നിലവിലെ കമ്മിറ്റിയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല, പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് ഒരു വിഭാഗം ശക്തമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. എന്തായാലും ജനറൽ ബോഡി ഇതുമായി ബന്ധപ്പെട്ട് ചേരും എന്നതാണ് വ്യക്തമാകുന്നത്. അതിൽ വലിയ രീതിയിൽ കാര്യങ്ങൾ കലുഷിതമാകാനാണ് സാധ്യത. ഇനി കൂടുതൽ തിരുത്തലുകൾ അല്ലെങ്കിൽ കൂടുതൽ പൊളിച്ചെഴുത്തുകൾ ഇതിന്റെ കമ്മിറ്റിയിൽ വരുമോ എന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ടത്.